Ladies and gentlemen, boys and girls, your breakfast is ready. നിന്റെ വേർപ്പിൽ പോലും അവൾക്ക് വിശ്വാസമില്ല. നോക്കിയ നീ ആലോചിച്ച് നോക്കിയ നീ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 8:30 കഴിഞ്ഞു. ഞങ്ങള് ഇന്നലെ ഉറങ്ങിയപ്പോ തന്നെ 1 മണി 2 മണി കഴിഞ്ഞു. 1 മണിയോ 2:30 ആ അപ്പൊ എണീറ്റ് ദേ ദോശമാവ് മേടിച്ചിട്ട് വന്നു ചേട്ടൻ. സ്വാദിഷ് ദോശമാവ് ചായല കഴിഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എടുക്കാം. ഞാൻ കുളിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ചായ വെച്ചിട്ട് കുളിക്കാം. തോരനെന്താ ഞാനേ ചായ വെച്ചിട്ടെന്ന് കുളിക്കാം. എല്ലാവരും എനിക്ക് വിട്ടാ പിള്ളേരും മാത്രം ഇട്ടിട്ടില്ല. ഗ്രേസും സ്റ്റീവും. അപ്പൊ ഇവിടെ കിച്ചണിൽ ഇവിടെ ചേച്ചി തേങ്ങ കൊത്തിക്കൊണ്ടിരിക്കുന്നു. തേങ്ങ കുത്തുമ്പോ തന്നെ ഉള്ളിൽ വീണുകൊണ്ടിരിക്കുന്നു. ഒരു ഡാഡിക്കുള്ള ചായ ഉണ്ടാക്കുന്നു. വീണ്ടും ഇഡ്ഡലി ഉണ്ടാക്കുന്നു. ഇത് കോഴിക്കറി വെക്കാൻ കോഴി ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നു. എന്തിട്ട് കാണിക്കണേ? ആ കത്തി പിടിച്ചു കളയും മിക്കവാറും. ഹലോ, അതെ എന്തായാലും ഒരു മുറി കഴിഞ്ഞു. മറ്റേ കത്തി ഉണ്ട്. രാവിലെ തന്നെ കുറ്റം പറയാൻ വന്നേക്കുന്ന എവിടെ മറ്റേ കത്തി? എന്നാ അതുകൊണ്ട് ചെയ്താൽ മതി. കത്തിയേക്ക്, അത് നല്ല കത്തിയാ. ആ ഇതുകൊണ്ട് കുത്തിയാൽ മതി. നോക്കിയേ, സിമ്പിളായില്ലേ ഇപ്പൊ പരിപാടി? അപ്പൊ ചോദിക്കണ്ടേ? അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. നീ വേർക്കണ്ടല്ലോ. നീ ഇവിടുന്ന് വേർപ്പ് ഒഴുകണ. എന്റെ പൊന്നെ വീട് ഫാനിട്ട് കൊടുത്തേ. ഫാനിട്ട് കൊടുത്തേ ചേച്ചിക്ക്. നിനക്ക് കാലിന് വയ്യാത്തല്ലേ? അപ്പൊ നീ എന്തിനാ നിക്കണേ? നിനക്ക് അവിടെ പോയി റെസ്റ്റ് എടുത്തൂടെ? അങ്ങനെ നീ പറയല്ല കേട്ടോ. നീ റെസ്റ്റ് ചെയ്യണം. നിന്റെ കാല് നീ ഇങ്ങനെ കുത്തി നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കാലിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നീ അവിടെ പോയി റെസ്റ്റ് ചെയ്യാം. നാത്തൂന് ഇതൊന്നൊരു വിഷയമല്ല. അല്ല നാത്തൂന് ഇതൊന്നൊരു വിഷയമല്ല. അല്ല നാത്തൂന് അത്ര കാണണം. പക്ഷെ നീ ഇന്നലെ തുടങ്ങി കമ്മലിട്ടിട്ടില്ല. വേറെ ഷുവർ കമ്മൽ. ഇപ്പൊ ഡാഡി എത്തിയിട്ടുണ്ട്. ഡാഡി ചേച്ചിനെ വിളിക്കണ പേരുണ്ട വനമാല. ഇവിടെ ഗ്രേസിന്റെ കളറിങ് നടക്കുന്നു. സ്റ്റീവിനെ ഓർക്കുന്നു അഞ്ജലി. അത് നോക്കി കാണുന്ന റോൺ. ആർക്ക് ചൂടാറണ്ടേ? നോക്കിയടി സുജി വേർക്കണേ. സുജി കാണിച്ചു കൊടുത്ത വേർപ്പ് തുള്ളി ഞങ്ങടെ കണ്ടാ? വെള്ളം തേച്ചു വന്നത് 2 സൈഡിലും നേരത്തെ. ഇപ്പുറത്തും നേരത്തേക്കണേ. വെള്ളം ചേർത്തേക്കെന്താണെന്നോ? വെള്ളം ആക്കിയെന്താണോ? നിന്റെ വേർപ്പിൽ പോലും അവൾക്ക് വിശ്വാസമില്ല. നോക്കിയ നീ ആലോചിച്ച് നോക്കിയ നീ. അവള് പറയണേ നീ വെള്ളം തൂത്ത് ഇങ്ങനെ കാണിച്ചിട്ട് വേർത്തൂന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തല്ലേ. 2 സൈഡിലും ഒരേപോലെ. പാവം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം. ഇതില് വേപ്പിലൊന്നും കാണാനില്ലല്ലോ. വേപ്പില കാണിക്കും. വേപ്പില കണ്ടാലോ? വേപ്പിലാണ് ഇമ്പോർട്ടന്റ് സാധനം. ഇഡ്ഡലി റെഡി. അപ്പൊ ഇഡ്ഡലി റെഡി. വേവണയൊക്കെ ആകുമ്പോ തുറക്കാനുള്ള ശ്രമം. Ladies and gentlemen, boys and girls, your breakfast is ready. Mia. ചേച്ചിനെ വിളിക്കേ. ചേച്ചിനെ വിളി. അപ്പൊ സ്റ്റീവിന്റെ അകമ്പടിയോടുകൂടി ചായ എത്തിരിക്കുന്നു. നീ കഴിക്കാം.
ചക്കവാ. അങ്ങനെ ദേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ചേച്ചിയും ചേട്ടനൊക്കെ ഷോപ്പിങ്ങിന് വേണ്ടി പോയി കാണാം കേട്ടോ. കാരണം അവർ വന്നല്ലേ ഉള്ളൂ. പിന്നെ അവർക്ക് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടി അവർ പോയേക്കാണ്. പിന്നെ സണ്ണി ചേട്ടനും അഞ്ജലിയും റോണും ഗ്രേസൊക്കെ കൂടി വേറെ ഒരു രീതിയിൽ അവരുടേതായ രീതിയിലൊരു ഷോപ്പിംഗ്. അതായത് അഞ്ജലിക്ക് ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഗിഫ്റ്റുകളൊക്കെ മേടിക്കണം. അപ്പം അച്ചാച്ചൻ്റെയും മക്കളുടെയും ഒരു പ്ലാനിങ് ആണ്. അപ്പോൾ അവരങ്ങനെ പോയേക്കാണ്. അപ്പം ഞാനും സി ചേച്ചിയും കൂടി ഇതേ മാങ്ങ, ഇത് സി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ്. ചെറുതായിട്ട് ചനച്ചിട്ടുണ്ട്. ചെറിയൊരു പുളി ഉണ്ട്, എന്നാലും മധുരമായിട്ടില്ല. ആ ഒരു കണ്ടീഷനിലുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അച്ചാറാക്കാമെന്ന്. നല്ല പച്ചമാങ്ങയല്ല, ഇതിപ്പോൾ എല്ലാവരും കൂടെ ഉള്ള കാരണം അച്ചാർ ഇപ്പോൾ കുറച്ച് ദിവസത്തിന് വേഗം തീരും. അപ്പോൾ ഏകദേശം നമ്മുടെ പച്ചമാങ്ങയൊക്കെ തീർന്നു. അപ്പോൾ ചെറിയൊരു ചനച്ച മാങ്ങയാണ്. അപ്പോൾ അച്ചാറിടുകയാണെങ്കിൽ അതൊരു രസമാണ്. ഇപ്പോൾ സൂക്ഷിച്ച് വയ്ക്കാൻ അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാനതൊന്ന് ചെത്തി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ വേഗം പണികളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി തീർക്കാനായിട്ട്. ഇനി ഉച്ചക്കത്തേക്കുള്ള കുക്കിംഗ് കൂടി ചെയ്യണം. അപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ മാങ്ങ കട്ട് ചെയ്ത് ചെത്തിയിട്ട് കൊടുത്തിട്ട് അപ്പം എനിക്ക് അടുക്കളയിൽ പോയി കുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ നാടൻ കോഴി ഇരിപ്പുണ്ട്. അപ്പോൾ അതിനൊന്ന് കറി വയ്ക്കാനാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കറിയുടെ പ്ലാനിങ്. പിന്നെ ഇന്നലെ വൈകുന്നേരം നമ്മൾ കുക്ക് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അതിൽ മാങ്ങക്കറിയൊക്കെ ബാക്കി ഇരിപ്പുണ്ട്. ഇന്നലെ രാത്രി അവർ വന്നപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത ആ കറിയൊക്കെ ഇരിപ്പുണ്ട്. ഇറച്ചിക്കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു ചിക്കനും കൂടി ആയിക്കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ നാടൻ കോഴിയാണ്. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ സ്റ്റീവ് ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ ടി വി വെച്ച് കൊടുത്തേക്കാണ്. ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്റ്റീവ്. അപ്പോൾ ഇനി വേഗം കുക്കിങ് കാര്യങ്ങളൊക്കെ വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ വരുന്നേക്കാൻ മുമ്പ് കറിയും ഒക്കെ വെക്കണം. കറിയും ചോറൊക്കെ വെക്കണം. അപ്പോൾ എല്ലാവരും ഒരേതായ രീതിയിൽ ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ എത്തുമ്പോൾ തന്നെ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ തേങ്ങാപ്പാലൊന്നും ഒഴിക്കണില്ല കേട്ടോ. സാധാ രീതിയിലുള്ളൊരു ഗ്രേവിയുള്ള രീതിയിലുള്ളൊരു എന്താ പറയുക, അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ ചിക്കൻ കറി വയ്ക്കണേ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നാടൻ കോഴിക്കറി ആ സ്റ്റൈലിലല്ല കേട്ടോ വെക്കണത്. അപ്പൊ ഞാൻ അഞ്ജലിനെയും ഗ്രേസിനെയും റോണിനെയൊക്കെ കൊണ്ട് അഷ്ടമിത്രയ്ക്ക് വന്നേക്കാണ്ടാ. കാരണം അവർക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ചേച്ചിയുടെയും അളിയൻ്റെയും ഒക്കെ വെഡിങ് ആനിവേഴ്സറി വരാണല്ലോ. അപ്പോൾ അതിന് മുമ്പ് അവർക്ക് എന്തോ ചെറിയൊരു ഷോപ്പിംഗ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിങ്ങനെ വന്നേക്കാണ്. അപ്പം ഞാൻ വണ്ടിയിലിരിക്കുകയാണ്, ഞാൻ എഡിറ്റിങ്ങിലാണ്. അവര് ഷോപ്പിങ്ങിന് പോയേക്കാം. അപ്പം അങ്ങനെ വൈകുന്നേരം ആവാറായിട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് സൺഡേ ആണല്ലോ. അപ്പോൾ എല്ലാവരും കൂടിയാണ് പള്ളിയിലേക്ക് പോകുന്നത്, ഞങ്ങളുടെ അമ്പഴക്കാട് പള്ളിയിലേക്ക്. അപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരാൻ പോകുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ പള്ളി. മഴ ചാറ് തുടങ്ങിയിട്ടുണ്ട്. ഇടി കുടുക്കം. വേണ്ട എടുത്തോണ്ട്. നോ ഡോണ്ട് വറി. हम जा रहे आए मुर्गी को खाना देने के लिए. मुर्गी को खाना दे के हम वापस आएगा. हाँ मैं वापस आऊंगा. बारिश थोड़ा इधर पेन है. बारिश थोड़ा हो रहा है अभी. तो चाचा जल्दी जाके आइए. हिंदी ശരി ആയിക്കോട്ടെ. പോയിട്ട് വരാം. ഇല്ല ഇട്ടില്ല. തമ്പുരാനമേ ഭാവിയിലായ ആൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷകളണമേ. ആമേ. അങ്ങനെ നമ്മളെ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. മാങ്ങ അച്ചാറിടാൻ വേണ്ടി ഏകദേശം ഉപ്പ് തിരുമ്പി വെച്ചിട്ടാ. ബാക്കിയൊന്നും ചെയ്യാൻ നേരങ്ങിട്ടില്ല. അതൊക്കെ ചെയ്യണം ഇനി നാളെ. അപ്പോൾ നാളെ ഒരു വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ ഒരു ചേച്ചിമാർ കഴുകി വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് ക്ലീനിങ് ബാക്കിയുണ്ട്. അകത്തും ഒന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ. അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.